സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2018 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ₹720 വാസ് ഡിവൈഡഡ് എമംഗ് ABCD ആൻഡ് E. സോ 5 പേരാണ് ടോട്ടൽ ഉള്ളത്. ആ 5 പേർക്കായിട്ട് ₹720 നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആൻഡ് ദ സം റിസീവ്ഡ് ബൈ ദം വാസ് ഇൻ അസെൻഡിങ് ഓർഡറിലാണ്. ഓക്കെ, സോ അസെൻഡിങ് ഓർഡർ മീൻസ് എക്കാണ് ഏറ്റവും കുറവ് കിട്ടിയത്, അല്ല ഇക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്, അസെൻഡിങ് ഓർഡറിലാണ്. ആൻഡ് ഇനി AP, അത് മാത്രമല്ല AP ആണ്. എന്താണ് AP എന്ന് നമുക്കറിയാം. AP എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ്. ആൻഡ് ദെയർ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, അല്ലെ? സീക്വൻസ് ഓഫ് നമ്പർ ഇൻ വിച്ച് കോമൺ ഡിഫറൻസ് സെയിം ആയിട്ടുള്ള സീക്വൻസിനെയാണ് നമ്മൾ AP എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞേക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ റിസീവ്ഡ് 40 മോർ ദാൻ എനെക്കാട്ടിലും 40 കൂടുതൽ ആർക്ക് കിട്ടുന്നുണ്ട്? ഇക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ട് കണ്ടീഷൻ. ആ രണ്ട് കണ്ടീഷൻ AP എന്നും ആൻഡ് ഈ റിസീവ് ചെയ്യുന്നത് എനെക്കാട്ടിലും 40 രൂപ കൂടുതലാണ്. ആ രണ്ട് കണ്ടീഷനും വെച്ചിട്ടാണ് നമ്മൾ B എത്ര രൂപയാണ് റിസീവ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ AP ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം, AP ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പം ഞാൻ ABCDE എന്ന് എഴുതിയതിന് ശേഷം A റിസീവ് ചെയ്യുന്നത് നമ്മൾ A എന്ന് കൊടുക്കുക. ഫസ്റ്റ് ടേമിന് നമ്മൾ A എന്നാണ് വിളിക്കുന്നത്, സെക്കൻഡ് ടേമിന് A+D എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം? A+2D അല്ലെ? ഫസ്റ്റ് ടേം A ആണ്, സെക്കൻഡ് ടേം A+ ദ കോമൺ ഡിഫറൻസ് ആണ്. അങ്ങനെ നമുക്ക് എഴുതി പോവാം. ഇതാണ് നമുക്ക് ആദ്യം AP ആണെന്ന് പറഞ്ഞത് കൊണ്ട് എഴുതാൻ പറ്റുന്ന കാര്യം. ഇനി രണ്ടാമത് പറഞ്ഞേക്കുന്നത് ഈ റിസീവ് ചെയ്യുന്നത് 40 രൂപ കൂടുതലാണ് എനെക്കാട്ടിലും. ദാറ്റ് മീൻസ് ഇവർ തമ്മിലുള്ള ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 40 ആണ്. ആ എയും ഇയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതെന്ത് കിട്ടും? 40 എന്ന് കിട്ടും. സോ എന്താ, നമുക്ക് ആ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ 40 എന്ന് കിട്ടും. സോ നമുക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ദറ്റ് ഈസ് A+4D മൈനസ് A ഈസ് ഈക്വൽ ടു 40 അല്ലെ? അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 40. സോ A ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് D, 4D ഈക്വൽ ടു 40, D ഈക്വൽ ടു 10 എന്ന് കിട്ടും. സോ ദ കോമൺ ഡിഫറൻസ് ഈസ് D. ഓക്കെ, D ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. സോ ഇനി കണ്ടുപിടിക്കേണ്ടത് A ആണ്. A കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? B റിസീവ് ചെയ്ത പൈസ കിട്ടത്തുള്ളൂ. സോ വീണ്ടും നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേറൊരു വാല്യൂ കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. ഏത് വാല്യൂ ആണ്? ₹720 എന്ന് പറയുന്ന വാല്യൂ. സോ ഇത് ഫുൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 720 കിട്ടുമെന്നറിയാം. സോ ഇത് കൂട്ടിയേ നോക്കിയേ എന്താണ് കിട്ടുന്നത്? സം എന്ന് പറയുന്നത് A എത്ര A ഉണ്ട്? 5 Aകളുണ്ട്. A+A+A+A+A. സോ 5A പ്ലസ് എത്ര D ഉണ്ടെന്ന് നോക്കിയേ? 4 + 3 is 7, 7 + 2 is 9, 9, 10. So 10D. 5A plus 10D is equal to 720. Okay, so here D is equal to 10. Therefore 5A plus 100 is equal to 700. 720 and 5A is equal to 620. അവിടെ നമുക്ക് A is equal to 124 എന്ന് കിട്ടും. സോ എയുടെ വാല്യൂ 124 ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബിയുടെ വാല്യൂ കിട്ടും. ബിയുടെ വാല്യൂ എന്തായിരിക്കും? എയുടെ വാല്യൂ 124 ആണെങ്കിൽ ബിയുടെ വാല്യൂ 124 പ്ലസ് D. 124 പ്ലസ് D എന്ന് പറയുന്നത് എത്ര കിട്ടും? 134. സോ 134 ആണ് ആൻസർ. സോ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനും തന്നിട്ടുണ്ട് 124. സോ ആൻസർ ഇവിടെ കിട്ടിയത് കൊണ്ട് നമ്മൾ എന്ത് ഓപ്ഷനിലായിരിക്കും ആദ്യം നോക്കുന്നത്? 124 എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഈ D എന്ന് പറയുന്ന ഓപ്ഷൻ കറപ്പിക്കാൻ നോക്കും. പക്ഷെ D അല്ല ആൻസർ. ബിയുടെ ബി റിസീവ് ചെയ്ത എമൗണ്ട് ആണ് ചോദിക്കുന്നത്. സോ ബി റിസീവ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് A+D ആണ്. സോ ഇവിടെ 124 പ്ലസ് D എന്ന് പറയുന്നത് എത്രയാണ്? 10. സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. 134 is the correct answer. So അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a perfect cube? അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചെറിയ നമ്പേഴ്സ് ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പം ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ ഓരോന്നും നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും 8000 ആണ് നമ്മുടെ പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? 20 × 20 × 20 അല്ലേ? 20 × 20 × 20 ചെയ്യുമ്പോഴാണ് നമുക്ക് 8000 കിട്ടുന്നത്. സോ 8000 ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓപ്ഷൻ C. അപ്പോൾ ഓപ്ഷനിലോട്ട് മാത്രം നോക്കിയാൽ മതി ക്യൂബ് കണ്ടുപിടിക്കാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ HCF ഓഫ് കുറച്ച് ഫ്രാക്ഷൻസ് ആണ്. സോ ഫ്രാക്ഷൻസിൻ്റെ HCF കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? HCF ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ LCM ആണ് വരുന്നതെങ്കിൽ മുകളിൽ LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ,
അല്ലാതെ മുകളിലും താഴെയും HCF അല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അത് ഓർത്തിരുന്നാൽ മതി. സോ HCF ഓഫ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ HCF ഓഫ് ആരെയൊക്കെ കണ്ടുപിടിക്കണം? HCF ഓഫ് 2, 8, 10 and 32. അതുപോലെ തന്നെ LCM ഓഫ് ആരെയൊക്കെ കണ്ടുപിടിക്കുക? 3, 9, 27, 81. സോ LCM ആൻഡ് HCF കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഡിവിഷൻ മെത്തേഡ്സ് ഉണ്ട്, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് HCF കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയൊരു അപ്രോച്ചാണ്. അതായത് ഇപ്പം 2, 8, 10, 32. 2, 8, 10, 32 ലീസ്റ്റ് ഡിഫറൻസ് വരുന്ന നമ്പർ ഏതൊക്കെയാണ്? 8ഉം 10ഉം കൂടെ നമ്മൾ എന്ത് ചെയ്താം? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ്. അതാണ് ലീസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒന്നില്ലെങ്കിൽ 2 ആയിരിക്കും നമ്മുടെ എന്താണ് HCF എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ 2ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കാം. സോ ഇവിടെ 2 തന്നെയാണ് HCF, കാരണം എന്താണ്? 2നെ എല്ലാ നമ്പറും വെച്ചിട്ട് നമുക്ക് 2നെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇവിടുത്തെ എല്ലാ നമ്പറും ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ നമുക്ക് പറ്റുന്നത് കൊണ്ട്, ഡിവിസിബിൾ ആയതുകൊണ്ട് 2 is the HCF എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ LCM ഓഫ് 3, 9, 27. അപ്പോൾ LCMൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, LCM എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള ഏത് വലിയ നമ്പർ എടുക്കുക, ആ വലിയ നമ്പർ ആയിരിക്കാം. അതല്ല എങ്കിൽ അതിൻ്റെ എന്തായിരിക്കാം? അതിനെക്കാട്ടിലും വലുതായിരിക്കാം LCM എന്ന് പറയുമ്പോൾ. ഇവിടുത്തെ വലിയ നമ്പർ 81 ആണോ? ഒന്നില്ലെങ്കിൽ 81 ആയിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വലുതായിരിക്കാം. അപ്പോൾ നമ്മളിവിടെ LCM എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 81 നോക്കുക. ഓക്കെ, 81 ആണോ അതിൻ്റെ LCM എന്ന് നോക്കുക, അല്ലെങ്കിൽ 81ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ നോക്കുക. സോ ഇവിടെ 81 ആണോ നോക്കാനായിട്ട് നോക്കിയാൽ 81ൻ്റെ ഫാക്ടേഴ്സ് തന്നെയാണ് എല്ലാം വന്നേക്കുന്നത്. സോ 81 തന്നെയാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ LCM ആയിട്ട് എന്ത് എഴുതും? 81 എഴുതും. സോ 2/81 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് correct option. Option D, 2/81 is the correct option. So 5th question. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അനുരാഗ് loses 1/7 of the cost by selling a pen for 144. സോ സെല്ലിംഗ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞേക്കണ 1/7 അല്ലേ? അനുരാഗ് loses 1/7 of the cost price. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ ഈ ഫ്രാക്ഷൻ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് CP7 ആയിട്ട് എടുക്കും. നമ്മൾ സാധാരണ ഫ്രാക്ഷൻ തരുമ്പോൾ അങ്ങനെയല്ല എടുക്കുന്നത്, അതുപോലെ എടുക്കുക. ഇവിടെ SP ഗിവൺ ആണ്. പക്ഷേ ഇഫ് ദ പെൻ സോൾഡ് ഫോർ 189 വിറ്റിരുന്നു എങ്കിൽ വാട്ട് ഇസ് ദ ഗെയിൻ പെർസെൻറ്റേജ്? സോ നമുക്ക് ഗെയിൻ കിട്ടണമെങ്കിൽ നമുക്കറിയണം CP എന്തായത്, കോസ്റ്റ്. ശരിക്കും അതിൻ്റെ CP എന്താണെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? ഗെയിൻ പെർസെൻറ്റേജ്. സോ SP ഇവിടെ ഗിവൺ ആണ്. SP 189 വിറ്റിരുന്നു എങ്കിൽ എന്താണ്? വാട്ട് ഇസ് ദ ഗെയിൻ പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം. സോ അയാൾ വിറ്റിരിക്കുന്നത് ശരിക്കും 144 വിറ്റിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ തന്നേക്കുന്നത് 1/7 ഓഫ് ദ CP എന്നാണ്. സോ ലെറ്റ് 7 ബി ദ CP. ഓക്കെ, 7 ആണ് CP എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 1 ഇവിടെ ലോസ് അല്ലേ? ലോസ് ആണ് സംഭവിച്ചതെന്നവർ പറയുന്നുണ്ട്. അപ്പോൾ 1 എന്ന് പറയുന്നത് ലോസ് ആണ്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും SP എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? അയാൾ വിറ്റത് 7 രൂപയുടെ സാധനം 1 രൂപ നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 6 രൂപയ്ക്കാണ് അയാൾ വിറ്റിരിക്കുക. സോ ആ വിറ്റ് പൈസ ഇവിടെ തന്നിട്ടുണ്ട്, SP തന്നിട്ടുണ്ട് 144. സോ 6 കറസ്പോണ്ട്സ് ടു 144 ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ CP. 7 ആണ് CP എന്ന് പറയുന്നത്. സോ 7 കറസ്പോണ്ട്സ് ടു എന്താണെന്ന് കണ്ടുപിടിക്കുക. സോ 6 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 144 എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 144/6 ആണ്. സോ 7 യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 144/6 ഇൻറ്റു 7 ആണ്. സോ കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇതിവിടെ കട്ട് ചെയ്യാൻ പറ്റും. 6ൻ്റെ മൾട്ടിപ്പിളാണ് മുകളിൽ വന്നേക്കുന്നത്. സോ ആൻസർ എന്ത് വരും? 2 ടൈംസ് വരും, 24. സോ 24 ഇൻറ്റു 7 എന്ന് പറയുന്നത് 168 എന്ന് വരും. സോ 168 ആണ് നമുക്ക് 7, അതായത് CP എന്ന് പറയുന്നത് 168 എന്ന് കിട്ടും. സോ SP നമുക്കറിയാം. SP എന്ന് പറയുന്നത് അതായത് അയാൾ 189 രൂപയ്ക്ക് ഈ സാധനം, ഈ ഒരു കോസ്റ്റ് പ്രൈസ് ഉള്ള സാധനം 189 രൂപയ്ക്ക് അയാൾ വിറ്റിരുന്നുവെങ്കിൽ അയാൾക്ക് നഷ്ടമല്ല, ലാഭമാണ് സംഭവിക്കുന്നത്. ആ ലാഭമാണ് അവർ ചോദിക്കുന്നത്, ഗെയിൻ പെർസെൻറ്റേജ്. സോ വി നോ ദാറ്റ് എന്താണ് ഗെയിൻ പെർസെൻറ്റേജ് എന്നാണ്? ഗെയിൻ ബൈ CP ആണ്. സോ ഇവിടുത്തെ ഗെയിൻ എന്ന് പറയുന്നത് ഇത് മൈനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 21 കിട്ടും. അപ്പോൾ ഗെയിൻ ബൈ CP ഈസ് 168 ഇൻറ്റു 100. ശരിയല്ലേ? സോ 21 168 21ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 21 ഇൻറ്റു 8 ചെയ്ത് നോക്കുക. 8 ചെയ്യുമ്പോഴാണ് ലാസ്റ്റ് ഡിജിറ്റ് 8 ആവുന്നത്. ഓക്കെ, 168. അപ്പോൾ അതൊക്കെ ഒരു നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈസി മെത്തേഡ് നോക്കുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റൊക്കെ നോക്കി 21ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 8 ആയതുകൊണ്ട് 21 ഇൻറ്റു 8 ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും 8 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 168 കിട്ടി. സോ 1/8 ഇൻറ്റു 100 ടു ആൻസർ. സോ ദിസ് ഇസ് 50/4 വരും. സോ 25/2 ആൻസർ ഇസ് 12.5% എന്ന് വരും.
ഓക്കെ 12.5% ആണ് എന്താണ് ആൻസർ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. സോ സിക്സ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇഫ് ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11 വാട്ട് ഇസ് ദ ഫേസ് വാല്യൂ ഓഫ് എക്സ്. സോ ഒരു നമ്പർ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു ഡിജിറ്റ് മിസ്സിംഗ് ആണ്. എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ഡിജിറ്റ് മിസ്സിംഗ് ആണ്. സോ ദിസ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11. സോ 11ൻ്റെ ഡിവിസിബിലിറ്റി ആലോചിക്കുക. 11ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എക്സ് അടുത്തത് ഏതാണ്? അടുത്ത ഈ 4 എക്സ് 4 4 6 1 ഇതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. സോ ഓൾട്ടർനേറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എക്സ് 4 1 അതുപോലെ തന്നെ 4ഉം 6ഉം. സോ എക്സ് പ്ലസ് 4 പ്ലസ് 1 അതായത് ഈവൻ പ്ലേസിലിരിക്കുന്ന ആൾക്കാരെയും ഓഡ് പ്ലേസിലിരിക്കുന്ന ആൾക്കാരെയും തമ്മിൽ ആഡ് ചെയ്യുക. സോ എക്സ് പ്ലസ് 4 പ്ലസ് 1 എന്ന് പറയുന്നത് എത്ര കിട്ടും? എക്സ് പ്ലസ് 5 എന്ന് വരും. അതുപോലെ തന്നെ 4 പ്ലസ് 6 എന്ന് പറയുന്നത് എന്ത് വരും? 4 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 10. സോ ഇത് രണ്ടുകൂടെ മൈനസ് ചെയ്യുക. ഈ രണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കണം. അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ എക്സിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചാൻസ് എന്ന് പറയുന്നത് 0 ആകാം, 11 ആകാം, പിന്നെ 22 ആകാം, എക്സെട്ര. ഓക്കെ, 0 അവിടെ വരുന്നുണ്ട്. 0 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 11 × 0 = 0. സോ ഇവിടെ നമുക്ക് ഫേസ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്തായിരിക്കും? എക്സിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. എങ്ങനെ? എക്സിന് 5 വന്നു കഴിഞ്ഞാൽ, എക്സ് 5 വന്നു കഴിഞ്ഞാൽ ഈ ആൻസർ 10 ആയി മാറും. സോ 10 - 10 is 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5. അപ്പോൾ 5 എന്ന് പറയുന്ന ഒരു നമ്പർ അവിടെ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5 ആണ് നമ്മുടെ ഓപ്ഷൻ ആൻസർ എന്ന് പറയാൻ പറ്റും. സോ 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 5. ഫേസ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 5 കിട്ടും. So 7th question, Achyut opens a tea shop with an initial investment of 25,000. So initially he has 25,000 and he spends 30% of his money in furnishing shop and 20% other necessaries. How much money is left with purchasing inventory for his business? ഈസി ക്വസ്റ്റ്യൻ ആണ്. 25,000 ആണ് അയാളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. സോ ഇതിൽ അയാൾ ചിലവഴിച്ചതെന്ന് പറഞ്ഞാൽ 30% അയാൾ ഷോപ്പിൻ്റെ ആവശ്യത്തിനും ബാക്കി 20% ബാക്കിയെന്നല്ല 30% അയാൾ ഷോപ്പിൽ ഫർണിഷിങ്ങിന് വേണ്ടി 20% ആക്സസറീസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഉപയോഗിച്ചെങ്കിൽ ബാക്കി അയാളുടെ കയ്യിൽ 50% ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അയാളുടെ കയ്യിൽ എത്ര രൂപ ലെഫ്റ്റ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. സോ 25,000 ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. സോ അതിൻ്റെ 50% കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ 50% എന്ന് പറയുമ്പോൾ ആൻസർ എന്ത് കിട്ടും? നമുക്ക് 12,500. സോ 12,500 ആണ് അയാളുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന പ്രൈസ്. സോ ഓപ്ഷൻ എ 12,500 ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എത്രയാണ് 30%ഉം 20% ടോട്ടൽ കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കി ആളുടെ എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ നമുക്ക് ട്രിഗ്നോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. sec⁴ - sec² 3 ആണെന്ന് തന്നിട്ടുണ്ട്. then find the value of tan⁴ plus tan². സോ ഒരു റിലേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ വാല്യൂം 3 തന്നെ ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ആൻഡ് അതെങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ഇഫ് കണ്ടീഷൻ എടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണോ അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സോ ഇഫ് കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു sec² കോമൺ ആണ് അല്ലേ? ശരിയല്ലേ? രണ്ടിടത്തും sec² ഉണ്ട്. സോ sec² കോമൺ എടുത്തു കഴിഞ്ഞാൽ അകത്ത് എന്ത് വരും? ഇറ്റ് ഈസ് sec² - 1 which is equal to 3. സോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ക്വസ്റ്റ്യനിൽ sec² അല്ല ചോദിച്ചേക്കുന്നത്, മൊത്തത്തിൽ tan² ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് tan ആയിട്ട് മാറ്റണം. സോ നോക്കാം. അപ്പോൾ നമുക്ക് ഇത് എന്തെഴുതാം? sec² sec² - 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് tan². സോ sec². അപ്പോൾ ഒരു സ്ഥലത്ത് tan² ആയി മാറി. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓർക്കേണ്ട ഫോർമുല എങ്ങനെയാണ്? sec² - tan² is equal to 1. സോ അങ്ങനെയാണെങ്കിൽ sec² - 1 ഇവിടെ നിന്ന് എന്ത് കിട്ടും? ദാറ്റ് ഈസ്
6 squared theta minus 1 is equal to tan squared theta. So അതെങ്ങനെയാണ് ഞാൻ 6 squared theta minus 1 tan squared theta which is equal to 3. So 6 squared theta ഇനി നോക്കിയേ ഇവിടെ മൊത്തത്തിൽ tan ആണെന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഭാഗത്ത് മാത്രമേ tan ആക്കിയുള്ളൂ. 6 squaredനെ മാറ്റി tan ആക്കി മാറ്റുക. എങ്ങനെ മാറ്റുക? 6 squared theta ഇവിടെ എങ്ങനെ എഴുതാം? 6 squared theta equal to tan squared theta plus 1 എന്ന് എഴുതാം നമുക്ക്. അപ്പം ഞാൻ ഇവിടെ എഴുതുകയാണ് tan squared theta plus 1 എന്ന് എഴുതുകയാണ് into tan squared theta equal to 3. സോ ഇവിടെ ഒന്ന് ദ റൈസ് ടു 4 പവറാണ് വന്നേക്കുന്നത്. സോ വീണ്ടും നമ്മൾ എന്താണ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? tan റൈസ് ടു 4 തീറ്റ പ്ലസ് tan സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 3. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് വന്നേക്കുന്നത്. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ്. ഓപ്ഷൻ ഡി 3 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. സോ 10th question. A cake is shared among 5 friends and 4 friends take 1 by 8, 1 by 6, 5 by 12 and 1 by 12 part of the cake, and we have to find the 5th friend get. എത്രയാണ് 5th ഫ്രണ്ടിന് കിട്ടിയ ആ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ആ എത്ര പാർട്ട് കേക്കിൻ്റെ എത്ര പാർട്ടാണ് 5th ഫ്രണ്ടിന് കിട്ടിയെന്നാണ് ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത്. സോ 4 പേരുടെ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്? ടോട്ടലിൽ നിന്നും ഇത് ആഡ് ചെയ്യും അല്ലേ? ടോട്ടലിൽ നിന്നും ഇത് ആഡ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. സോ 1 is the total. 1 minus 1 by 8 plus 1 by 6 plus 5 by 12 plus 1 by 12 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല. സോ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ LCM എടുക്കണം. അപ്പോൾ LCM ഓഫ് 8, 6, 12 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് ഇതിനകത്തുള്ള ഏറ്റവും വലിയ നമ്പർ എടുത്ത് നോക്കുക. സോ ഇവിടെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ആ 12 എന്ന് പറയുന്ന നമ്പർ എന്തല്ല, 12നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് നമ്മൾ 12ൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കുന്നു. സോ 12ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 24 ആണ്. 24 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 24 ഡിവൈഡഡ് ബൈ 6ഉം 24 ഡിവൈഡഡ് ബൈ 8ഉം നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 24ൻ്റെ ഫാക്ടേഴ്സ് ആണ് 8 and 6 എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 24നെ LCM ആയിട്ട് എടുക്കാം. സോ 24 ആണ് ഇവിടുത്തെ 8, 6, 12ൻ്റെ എന്താണ് LCM എന്ന് പറയുന്നത്. സോ 24 ഡിനോമിനേറ്ററിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. 24 ഡിനോമിനേറ്ററിൽ വരണമെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇറ്റ് ഇസ് 1 minus 24. സോ നോക്കുക, 8 ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ് 24 കിട്ടുന്നത്? 3 ചെയ്യുമ്പോൾ. സോ 1 into 3 is 3 പ്ലസ് അതുപോലെ തന്നെ 6 into 4 ചെയ്യുമ്പോഴാണ് 24 കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ ഇൻറ്റു 4 ചെയ്യുമ്പോൾ ആൻസർ 4 കിട്ടും. അതുപോലെ തന്നെ 12 into 2 ചെയ്യുമ്പോഴാണ് 24 കിട്ടുന്നത്. സോ ഇൻറ്റു plus 10 വരും. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇൻറ്റു 2. സോ 2. സോ ആൻസർ എന്ത് വരുന്നു? 7, 19 by 24. 1 minus 19 by 24 എന്ന് വരും. സോ ആൻസർ ഇസ് 5 by 24. സോ ഓപ്ഷൻ എ 5 by 24 ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ 5 by 24 ഇസ് ദ കറക്റ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ട്രിഗ്നോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. സൈനും കോസും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ സൈനും കോസും തമ്മിൽ എപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ഫോർമുല എപ്പോഴും ഇരിക്കട്ടെ, സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ ഇസ് ഈക്വൽ ടു 1. ആവശ്യമുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ ഒരു ഫോർമുല എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ. സോ ഇവിടെ നോക്കിയേ, ഈ ഒരു ഫ്രാക്ഷൻ ആദ്യം തന്നെ ട്രിഗ്നോമെട്രിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. നോക്കി ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫ്രാക്ഷനിലെ ന്യൂമറേറ്ററും സെക്കൻഡ് ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററും തമ്മിൽ ഒരു ചേർച്ചയുണ്ട്. എന്താണ് അവിടുത്തെ ആ പ്ലസും മൈനസും മാത്രമേ ഇവിടെ ഒരു മാറ്റമുള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിൽ ക്രോസ് ആയിട്ട് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ പ്ലസിനും മൈനസിനുമാണ് നമുക്ക് മാറ്റം വരുന്നത്, ബാക്കി എല്ലാ ഫംഗ്ഷനും ഈക്വൽ ആണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് വി നോ ദാറ്റ് a plus b ഇൻറ്റു a minus b എന്ന് പറയുന്നത് എന്തായിരിക്കും? a സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർ. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന സൈൻ മുഴുവനും ഇനി ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ സൈൻ സ്ക്വയർഡ് ആയിട്ട് മാറും, അതുപോലെ തന്നെ കോസ് സ്ക്വയർഡ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും. സോ ഇവിടെ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഫ്രാക്ഷൻ ആണ്, അഡീഷൻ അവിടെ പറഞ്ഞേക്കണം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? സൈൻ സ്ക്വയർഡ് എ അല്ലേ, സൈൻ എ പ്ലസ് സൈൻ ബി ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? സൈൻ സ്ക്വയർഡ് എ
മൈനസ് സൈൻ സ്ക്വയർഡ് ബി. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർഡ് എ മൈനസ് സൈൻ സ്ക്വയർഡ് ബി കിട്ടും. പ്ലസ് അതുപോലെ ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമുല അനുസരിച്ച് ഇറ്റ് ഇസ് കോസ് സ്ക്വയർഡ് എ മൈനസ് കോസ് സ്ക്വയർഡ് ബി കിട്ടും. കോസ് സ്ക്വയർഡ് എ മൈനസ് കോസ് സ്ക്വയർഡ് ബി കിട്ടും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. പക്ഷെ ഞാനിവിടെ ഡിനോമിനേറ്റർ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഡിനോമിനേറ്റർ ആണെന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ. കാരണം ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം ശരിക്കും ഇവിടെ വരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നമ്മൾ ആൻസർ കിട്ടാൻ വേണ്ടി നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷനിലൊരു 0 കിടപ്പുണ്ട്. അപ്പോൾ അതൊരു സംശയമായിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം 0 ആയതുകൊണ്ട് വേണമെങ്കിൽ ഇത് 0 ആകാൻ ചാൻസ് ഉണ്ട്. കാരണം നോക്കിയേ, അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കണം. അല്ലാതെ ഫുള്ള് നമ്മളിരുന്ന് ചെയ്യാണ്ട് ഡിനോമിനേറ്റർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സമയം കളയരുത്. കാരണം ഇതിൻ്റെ ന്യൂമറേറ്ററിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ ന്യൂമറേറ്ററിൽ സൈൻ സ്ക്വയർഡ് തീറ്റ ഇവിടെ കിടക്കുന്നു, പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ കിടക്കുന്നു. അപ്പോൾ ആൻസർ 1 ആയി. അതുപോലെ ഇവിടെയും മൈനസ് സൈൻ സ്ക്വയർഡ് ബി കിടക്കുന്നു, മൈനസ് കോസ് സ്ക്വയർഡ് ബി കിടക്കുന്നു. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ അതും എന്തായി മാറും? 1 ആയി മാറും. സോ 1 - 1 is 0 അല്ലേ? അപ്പോൾ നമുക്കിവിടെ സൈൻ സ്ക്വയർഡ് എ പ്ലസ് കോസ് സ്ക്വയർഡ് എയും വീണ്ടും മൈനസ് കോമൺ എടുത്താൽ ഇറ്റ് സൈൻ സ്ക്വയർഡ് എ പ്ലസ് സൈൻ സ്ക്വയർഡ് ബി പ്ലസ് കോസ് സ്ക്വയർഡ് ബി. So this is 1 - 1 which is equal to 0. So denominator എന്തോ ആയിക്കോട്ടെ, ന്യൂമറേറ്റർ 0 ആയതുകൊണ്ട് ആൻസർ 0 തന്നെയാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പം നമ്മൾ ഇപ്പോൾ ട്രിഗ്നോമെട്രി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാലോചിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഓപ്ഷനിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ക്വസ്റ്റ്യൻ മാത്രം നോക്കാതെ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത മനസ്സിലാക്കുക, ഓപ്ഷൻസിൽ കിടക്കുന്ന വാല്യൂസ് നിങ്ങൾ നോക്കുക. അപ്പോൾ 0 ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഡിനോമിനേറ്ററിൽ എഴുതാതെ പോയത്. കാരണം ഇവിടെ നമുക്കറിയാം സൈൻ സ്ക്വയർഡ് പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ, സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ ഈക്വൽ ടു 1. ഇവിടെയും അത് തന്നെയാണ് കിടക്കുന്നത്. സൈൻ സ്ക്വയർഡ് എ ഉണ്ട്, കോസ് സ്ക്വയർഡ് എ ഉണ്ട്, സൈൻ സ്ക്വയർഡ് ബി ഉണ്ട്, കോസ് സ്ക്വയർഡ് ബി ഉണ്ട്. സോ ആൻസർ 0 ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് ആൻസർ 0 ആണ്. അപ്പോൾ നിങ്ങൾ 0 ആണോ നോക്കിയാൽ മതി. ആണെങ്കിൽ ആൻസർ ഇത് തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്റർ 0 ആയിപ്പോയി കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ ചെയ്യുന്നില്ല, ഡിനോമിനേറ്റർ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഡിനോമിനേറ്റർ നമ്മളിപ്പം എഴുതുന്നുമില്ല, ഞാനത് എഴുതിയിട്ട് പോലും ഇല്ല ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത്. സോ ആൻസർ 0 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾജീബ്രയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഓൾജീബ്രയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്യാതെ തന്നെ എന്തെങ്കിലും റിസൾട്ട്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കുക. സോ ഇവിടെ നമുക്ക് ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ a³ പ്ലസ് b³ പ്ലസ് c³ അതാണ് നമ്മുടെ ന്യൂമറേറ്ററിലെ ടേം വന്നേക്കുന്നത്. This is equal to 3abc if a plus b plus c is equal to 0. അപ്പോൾ നമുക്ക് ഇതാണ് നോക്കേണ്ടത്, ഈ കണ്ടീഷൻ a plus b plus c 0 ആണോ നോക്കുക. സോ ഇവിടെ നോക്കി, ഇവിടുത്തെ a, ഇവിടുത്തെ b ആൻഡ് ഇവിടുത്തെ c ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 0 കിട്ടുമെന്ന് നോക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, a minus b the whole cube plus b minus c the whole cube plus c minus a the whole cube is equal to എന്ത് വരാം, 3 into abc, a b c. ഓക്കെ, സോ ഇവിടെ ന്യൂമറേറ്ററിലെ ആൻസറാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ന്യൂമറേറ്ററിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ആൻസറാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. നിങ്ങൾ ഡിനോമിനേറ്ററോട് നോക്കിയാൽ മനസ്സിലാവും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ് ഇവിടെ വന്നേക്കുന്നത്. സോ അത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും, 1 വരും. സോ ഓപ്ഷൻ ബി is the correct answer. So അടുത്ത question, if the driver drives a car 15 meter per second, so ഇത് സ്പീഡാണ് തന്നിരിക്കുന്നത്, 15 meter per second സ്പീഡ് തന്നിട്ടുണ്ട്. ആൻഡ് ഹൗ മച്ച് ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് കവേർഡ്, ഡിസ്റ്റൻസ് കവേർഡാണ് കണ്ടുപിടിക്കേണ്ടത്. വി നോ ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. സോ ടൈം ടേക്കണം തന്നിട്ടുണ്ട്. സോ ആദ്യം നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷൻസിൽ ഫസ്റ്റ് നോക്കേണ്ട, ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കേണ്ട ഓപ്ഷൻസിലാണ്. ഓപ്ഷൻസിൽ ഇൻ കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാത്തിനെയും കിലോമീറ്റർ ആക്കുക. അപ്പോൾ അതായത് 15 meter per second കിലോമീറ്റർ ആക്കുക, കിലോമീറ്റർ പെർ അവർ ആക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ടൈമിനെയും അവറിലേക്ക് മാറ്റുക. കാരണം ഇവിടെ സെക്കൻഡ് എഴുതിയിരിക്കുന്നത്, ഇവിടെ ആണെങ്കിൽ അവറിലും മിനിറ്റിലുമാണ്. അപ്പം നമുക്ക് രണ്ടും ഒരേപോലെ ആക്കണം. മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് പെട്ടെന്ന് കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ പറ്റും. എന്ത് ചെയ്തിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. സ്പീഡ് എന്ന് പറയുന്നത് 15 into 18/5 ചെയ്താൽ മീറ്റർ പെർ സെക്കൻഡ് എന്തായി മാറും, കിലോമീറ്റർ പെർ അവർ ആയിട്ട് മാറും. സോ 5 and 15 ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ +3. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 54 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം
കണ്ടുപിടിക്കണം. ടൈം എന്ന് പറയുന്നത് 3 hours. സോ ടൈമിന് 3 hours 20 മിനിറ്റ് എന്ന് പറയുന്നത് 3 പ്ലസ് 20 മിനിറ്റിനെ അവറിലോട്ട് ആക്കാൻ എന്ത് ചെയ്യുക, 20/60. മിനിറ്റിനെ അവറിലോട്ട് ആക്കാൻ by 60 ചെയ്താൽ മതി. സോ കട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 1/3 എന്ന് വരും. സോ 3 + 1/3 ഈസ് മിക്സഡ് ഫ്രാക്ഷൻ. 3 + 1/3 എന്ത് വരും നമുക്ക്, 3 1/3 10/3 എന്ന് വരും. ഓക്കെ, സോ ടൈം ഉണ്ട്, നമ്മുടെ കയ്യിൽ സ്പീഡ് ഉണ്ട്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. സോ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും, 180 കിലോമീറ്റർ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി 180 കിലോമീറ്റർ ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ 14th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 14th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, 2 ഇൻലെറ്റ് പൈപ്സ് എ ആൻഡ് ബി ക്യാൻ ഫിൽ ആൻ എംപ്റ്റി സിസ്റ്റം ഇൻ 22 and 33 hours റെസ്പെക്റ്റീവ്ലി. സോ പൈപ്പ് ആൻഡ് സിസ്റ്റമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ സിസ്റ്റം നിറയ്ക്കാനായിട്ട് 22 hours ബി ആ സിസ്റ്റം നിറയ്ക്കാനായിട്ട് 33 hours ആണ് എടുക്കുന്നത്. And they were opened at the same time, but pipe A had to be closed 3 hours before the system was full. സിസ്റ്റം ഫുൾ ആകുന്നതിന് മുന്നേ, ഒരു 3 മണിക്കൂറിന് മുന്നേ പൈപ്പ് എ അങ്ങ് ക്ലോസ് ചെയ്തു. അതായത് അവസാനത്തെ 3 മണിക്കൂർ ആര് മാത്രമേ അവിടെ ഇരുന്ന് ജോലി ചെയ്തുള്ളൂ, ബി മാത്രമേ അവിടെ ഫിൽ ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. ഹൗ മെനി അവേഴ്സ് ഇൻ ടോട്ടൽ ഡിഡ് ഇറ്റ് ടേക്ക് ദ 2 pipes to fill the സിസ്റ്റം. സോ ടോട്ടൽ എത്ര അവേഴ്സ് എടുക്കുന്നു, സിസ്റ്റം ഫിൽ ചെയ്യാനായിട്ട് എത്ര അവേഴ്സ് എടുക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇതുപോലൊരു ഡയഗ്രാം വരയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ ആയാലും പൈപ്പ് ആൻഡ് സിസ്റ്റമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയാലും ശരി, ടൈം ആൻഡ് വർക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയാലും ശരി, നിങ്ങൾ ഇതേപോലൊരു ഡയഗ്രാം വരച്ചിട്ട് വേണം ചെയ്യാൻ. സോ ഇവിടെ തന്നേക്കുന്നത് 22 and 33. 22 എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്ന പൈപ്പിൻ്റെ അവറാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് 33 എന്ന് പറയുന്നത് ബി. സോ ഇവർ തമ്മിലുള്ള LCM കണ്ടുപിടിക്കുക. സോ 22ൻ്റെയും 33യുടെ LCM എന്ന് പറയുന്നത് വി നോ ദാറ്റ്. അതെങ്ങനെ LCM കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതിലേറ്റവും വലിയ നമ്പർ ആയിരിക്കും LCM, അതല്ല എങ്കിൽ അവരുടെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കിയത്. ഇപ്പോൾ 33 അല്ല LCM, കാരണം 22ൻ്റെ ടേബിളിൽ ഒരിക്കലും 33 വരുന്നില്ല. സോ 33യുടെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ മൾട്ടിപ്പിൾ 66 ആണ്, അത് 22ൻ്റെ ടേബിളിലുണ്ട്. സോ 66 ആണ് എന്താണ് LCM എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടെ 66 എഴുതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 66 കിട്ടുമെന്ന് ഇവിടെ എഴുതുക. 33നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 66 എന്ന് ഇവിടെ എഴുതുക. സോ × 2 ആണ്, ഇവിടെയും × 3 ചെയ്താൽ കിട്ടും. ഇതാണ് നമ്മുടെ എഫിഷ്യൻസി. ഈ എഴുതിയിരിക്കുന്നതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി ഓഫ് എ ഈസ് 3 ആൻഡ് എഫിഷ്യൻസി ഓഫ് ബി ഈസ് 2. സോ ടോട്ടൽ എഫിഷ്യൻസി ഓഫ് എ ആൻഡ് ബി, എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി ഈസ് 5. 3 + 2 is 5. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഒന്നും എഴുതി വെക്കണ്ട, ജസ്റ്റ് അപ്പോൾ ഈ ഡയഗ്രാമാണ് നിങ്ങൾ വരയ്ക്കേണ്ട ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇവിടെ എഴുതിയിരിക്കുന്ന 66നെയാണ് നമ്മൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ആൻഡ് ടൈമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടോട്ടൽ വർക്ക്, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ടോട്ടൽ നമ്മൾ 66 യൂണിറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഫിൽ ചെയ്യേണ്ടത്. അതാണ് മീൻ. അപ്പോൾ ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നതിനാണ് നമ്മൾ ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻ ബാക്കിൽ നിന്നാണ് പോകുന്നത്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്, ലാസ്റ്റ് 3 മണിക്കൂറിൽ ബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ 3 മണിക്കൂറിൽ ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, എഫിഷ്യൻസി ഓഫ് ബി ഈസ് 2. സോ 3 മണിക്കൂറിൽ എന്താണ്, 2 എഫിഷ്യൻസിയാണ് ആർക്കുള്ളത്, ബിക്കുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ അയാൾ ബി മാത്രം ചെയ്ത് ബി എലോൺ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 × 2 യൂണിറ്റ് ആണ് അല്ലേ. 3 × 2 യൂണിറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 6 യൂണിറ്റ് ബി മാത്രം. അതായത് ലാസ്റ്റ് 3 മണിക്കൂറിൽ ബി മാത്രം 6 യൂണിറ്റ് വർക്കാണ് അവിടെ കംപ്ലീറ്റ് ആക്കിയത്. അതായത് 6 യൂണിറ്റ് ആണ് അവിടെ നിറച്ചതെന്ന് പറയാം. അപ്പോൾ മൊത്തത്തിൽ എത്രയാണ് നമ്മൾ അവിടെ നിറയ്ക്കേണ്ടത്, 66 യൂണിറ്റ് ആണ് നിറയ്ക്കേണ്ടത്. 6 യൂണിറ്റ് ഇപ്പോൾ ബാക്കിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. അത് ആദ്യം ഇവിടെ ബി മാത്രമേ ഉള്ളൂ നിറയ്ക്കാനായിട്ട്. ആദ്യം മുതൽ ഉണ്ടായിരുന്നു ആരാ, എയും ബിയും ഒരുമിച്ചാണ് ആ ഒരു പൈപ്പ് നിറച്ചുകൊണ്ടിരുന്നത് അല്ലേ, ആ പൈപ്പിൽ ടാങ്ക് നിറച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അതിനുശേഷം അതായത് ലാസ്റ്റത്തെ 3 മണിക്കൂറിൽ ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 മണിക്കൂറിൽ ബി ചെയ്ത വർക്കാണ് 6 യൂണിറ്റ്. അതായത് 6 യൂണിറ്റ് ആണ് നിറച്ചത് അവിടെ എന്ന് പറയാം. ഇനി നോക്കുക ഇവിടെ. അപ്പം 6 യൂണിറ്റ് നിറച്ചാൽ ബാക്കിൽ എന്തായിരിക്കും, 60 യൂണിറ്റ് വരും അല്ലേ, കാരണം 66 ആണ് മൊത്തത്തിൽ നിറയ്ക്കേണ്ടത്. അതിൽ 6 യൂണിറ്റ് ബി മാത്രം നിറച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി റിമൈനിങ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, 60 യൂണിറ്റ് ആണ് റിമൈനിങ് എന്ന് പറയുന്നത് അല്ലേ. 60 യൂണിറ്റ്. ആ 60 യൂണിറ്റിനെ, അതായത് ഇവിടെ വരുന്ന ആ 60 യൂണിറ്റിനെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്,
അത് ചെയ്ത് തീർക്കുന്നത്, 60 യൂണിറ്റിനെ ഫില്ല് ചെയ്യുന്നത്. അതായത് 3 മണിക്കൂറിന് മുന്നേ വരെ എയും ബിയും ഒരുമിച്ചാണ് ആ വർക്ക് ചെയ്തത്. അപ്പോൾ 60 യൂണിറ്റ് വർക്കായിരുന്നു ശരിക്കും അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 60 യൂണിറ്റ് വർക്ക് നമ്മുടെ കയ്യിലുണ്ട്. സോ എഫിഷ്യൻസി ഓഫ് എ ആൻഡ് ബി ഇസ് 5. സോ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ദാറ്റ് ടൈം ടേക്കൺ ടു ഫിൽ, ടൈം ടേക്കൺ. സോ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ് ടൈം ടേക്കൺ എന്ന് പറയുന്നത്. സോ 12 അവേഴ്സ് ആണ് എയും ബിയും. അപ്പോൾ ഇവിടെ നമ്മൾ എയും ബിയും ഒരുമിച്ച് 12 മണിക്കൂർ വർക്ക് ചെയ്തു. ഇവിടെ ബി മാത്രമാണ് അവസാനം ഉണ്ടായിരുന്ന 3 മണിക്കൂർ വർക്ക് ചെയ്തു. സോ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ അവേഴ്സ് ടേക്കൺ എന്ന് പറയുന്നത് എന്താണ്? 12 + 3 = 15 അവേഴ്സ്. ഇനി നിങ്ങൾ തെറ്റിക്കാനായിട്ട് നമുക്കിവിടെ അവസാനം 12 അവേഴ്സ് ആണ് കിട്ടിയത്. ഇവിടെ ഒരു ഓപ്ഷനിൽ ശരിക്കും 12 അവേഴ്സ് ഇല്ല. പക്ഷേങ്കിൽ എക്സാമിൽ ചിലപ്പോൾ 12 അവേഴ്സ് ചിലപ്പം ചില ക്വസ്റ്റ്യൻസിലൊക്കെ കാണും അല്ലെ. അവസാനം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ആൻസർ എന്ന് നമ്മൾ വിചാരിക്കും. കാരണം ആ 3 മണിക്കൂർ നമ്മൾ കൂട്ടത്തില്ല. ബി മാത്രം ചെയ്ത ആ 3 മണിക്കൂർ നമ്മൾ കൂട്ടത്തില്ല. സോ 12 മണിക്കൂറാണ് എയും ബിയും ചെയ്തത്. ആൻഡ് എക്സ്ട്രാ 3 മണിക്കൂർ ബി ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ അവേഴ്സ് ടേക്കൺ എന്ന് പറയുന്നത് എന്താണ്? 15 യൂണിറ്റ് ആണ്. 15 അവേഴ്സ് ആണ്. 15 അവേഴ്സ് ആണ്. സോ ഓപ്ഷൻ എ 15 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ 15th ക്വസ്റ്റ്യൻ നോക്കുക. 15th ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഗിവൺ ആയിട്ടുള്ളത് എ ബി ആൻഡ് ഇ സി ആർ പാരലൽ. അപ്പോൾ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബി സി ഡി ഗിവൺ ആണ്. ബി സി ഡി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 72 ആണെങ്കിൽ ഫൈൻഡ് ബി സി എ, ബി എ സി. ഓക്കെ, ഈ ആംഗിളാണ്. സോ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 72 ആണെങ്കിലും ഇത് ഉറപ്പായിട്ടും എന്ത് തന്നെയായിരിക്കും? 72 തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ലെറ്റ് ഇറ്റ് ബി എക്സ്. ഇവിടെ ഒരു എക്സ് മാർക്ക് ചെയ്താൽ ഇതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ട്രയാങ്കിളിലെ ഈ വെർട്ടെക്സും എക്സ് തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പം ഇവിടെ ഞാൻ ആംഗിൾ മാർക്ക് ചെയ്തപ്പോൾ ടാൻജൻ്റ് ആണ്. ഇവിടെ ഞാൻ ആംഗിൾ മാർക്ക് ചെയ്താൽ ഇത് ബിയും സിയും ആണ് അടുത്തിരിക്കുന്ന വെർട്ടെക്സ്. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് എ ആണ്. സോ ഇവിടെ 72 ആണെങ്കിൽ ഇതും 72 ആയിരിക്കും. ഇവിടെ എക്സ് ആണ് എങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാ? ബിയിലും എക്സ് തന്നെയായിരിക്കും. സോ ഞാൻ പിന്നെ അടുത്തത് വീണ്ടും ഒരു ടാൻജൻറ്റ് വരയ്ക്കുക എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഞാനൊരു ടാൻജൻറ്റ് വരയ്ക്കുക. ബിയിൽ ടച്ച് ചെയ്തിട്ട് ഞാനൊരു ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ നമുക്കിവിടെ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഈ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ. സോ ഇത് എക്സ് ആണ് എങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഇതും എക്സ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഞാൻ വൈ എന്ന് കൊടുക്കുകയാണ് എങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഇതും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നതും വൈ തന്നെയായിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. സോ ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്താണ്? ഇതുപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി തന്നെയാണ് ചോദിച്ചേക്കുന്നത്. സോ അപ്പോൾ ഈ ആംഗിൾ 72 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നതും 72 തന്നെയായിരിക്കും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, 72 ഡിഗ്രി. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 trains, one 152.5 meter long and other 157.5 meter long are coming from opposite direction. They crossed each other in 9.3 seconds. സോ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ 2 ട്രെയിനിൻ്റെ നീളമാണ് തന്നേക്കുന്നത്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 152.5 + 157.5 divided by the time taken is 9.3. So the answer is 310 divided by 9.3. So ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് മീറ്ററിലാണ്, ടൈം സെക്കൻഡിലായതുകൊണ്ട് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സോ പക്ഷേ ഓപ്ഷനിൽ നോക്കുമ്പോൾ കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമ്മൾ 310 divided by 9.3 into 18/5 ചെയ്ത് നോക്കുക. സോ ഇതിൻ്റെ 18/5 ചെയ്യുമ്പോൾ വീണ്ടും 5, 310ൽ എത്ര ടൈംസ് ആണ് വരുന്നത്? 62 ടൈംസ്. അപ്പം ദെൻ ഇവിടെ 9.3 ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ 9.3 18ഉം 9.3 അങ്ങനെ തന്നെ കിടക്കട്ടെ, പിന്നെ മാറ്റിയാലും മതി. 18ഉം 9.3ഉം നമുക്ക് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 3 ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6 വരും. 3ൽ പോയി കഴിഞ്ഞാൽ 3.1 എന്ന് വരും. സോ 3.1ഉം ഇവിടെ 62 ആണ്. സോ 3.1 ഇൻറ്റു എന്താണ് 20 ചെയ്യുമ്പോഴാണ് നമുക്ക് 62 കിട്ടുന്നത്. സോ ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 എന്ന് എഴുതാം. സോ 6 × 20 is 120. സോ ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ, 120 km/h.
സോ നോക്കാം. ദ ഏരിയ ഓഫ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വേർട്ടീസസ് ആർ ഗിവൻ ബൈ 3 വേർട്ടീസസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ 3 വേർട്ടീസസിൽ നിന്നും നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഫോർമുല, ഡയറക്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. സോ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1/2 ഇൻറ്റു x1, ആദ്യത്തെ x1 ആണ് ആള്, ദെൻ y2, അതായത് 1 കഴിഞ്ഞാൽ 2 ആണ്, 2 കഴിഞ്ഞാൽ 3 ആണ്, y2 മൈനസ് y3. ഇപ്പോൾ ബ്രാക്കറ്റിനുള്ളിലിരിക്കുന്നത് വൈകളാണ്. അതുപോലെ തന്നെ നമ്പർ എഴുതുമ്പോഴും അതിൻ്റെ സഫിക്സ് എന്താ നോക്കുക, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. ഫോർമുല തെറ്റത്തില്ല. പ്ലസ് അടുത്ത x1 കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ x2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ 2 ആയതുകൊണ്ട് ഞാൻ y3 എഴുതുന്നു. 3 കഴിഞ്ഞാൽ അടുത്ത 1 ആണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ 1 എഴുതുന്നു. സോ അടുത്ത വാല്യൂ ആരാ? x2 ആയതുകൊണ്ട് അടുത്ത ആൾ x3 ആയിരിക്കും. അതുപോലെ 3 ആയതുകൊണ്ട് y1 ആയിരിക്കും. ഇനി അടുത്ത വാല്യൂ മൈനസ് y2. സോ ഇതാണ് ഫോർമുല ഓഫ് ട്രയാങ്കിൾ. എന്താണ് വെർട്ടിസസ് തന്നാൽ ഫോർമുല കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ഇതിൽ x1ഉം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എന്ത് എഴുതുക, x1ഉം y1ഉം എഴുതുക. സോ 1 2 x1 y1, അതുപോലെ തന്നെ x2 y2, ദെൻ x3 y3. അപ്പോൾ ആദ്യം പറഞ്ഞ ആൾ, അതായത് 1 2 ആണ് x1 y1, ആൻഡ് x2 y2 എന്ന് പറയുന്നത് -4ഉം -3ഉം ആണ്. അതുപോലെ x3 y3 എന്ന് പറയുന്നത് 4 and 1. സോ നിങ്ങൾ ബ്രാക്കറ്റ് ഓർഡർഡ് പെയർ ഒന്നും ഇപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ആൻസർ മാത്രം കിട്ടിയാൽ മതിയല്ലോ. സോ a ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു x1ൻ്റെ പ്ലേസിൽ ആരാ വന്നിരിക്കുന്നത്? 1 ആണ്. സോ 1 ഇൻറ്റു y2 മൈനസ് y3. സോ y2 ഇസ് -3 മൈനസ് y3 ഈസ് 1. Then plus x2 is -4 into y3 is 1 minus y1 is 2. അടുത്തത് plus x3 is 4 into y1 is 2 and y2 is -3, so -3. So ഇതാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 1/2 into 1 into -3 -1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് -4 -4 into 1 1 അല്ല -4. സോ അടുത്തത് 1 - 2 ഇസ് -1, -1 into -4 ഇസ് +4. അതുപോലെ തന്നെ അടുത്ത നോക്കിയേ, 2 - -3 ഇസ് 2 + 3. സോ 5 വരും, 5 into 4 ഇസ് 20. സോ -4ഉം +4ഉം ക്യാൻസൽ ഔട്ട് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? ഇറ്റ് ഇസ് 20 divided by 2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 10. സോ ഈ 1/2 എഴുതാൻ മറക്കരുത്. 1/2 നമ്മളിവിടെ എഴുതിയില്ലെങ്കിൽ 20 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. 20 എന്ന് പറയുന്ന ഓപ്ഷനിലെ ഒരു ആൻസർ ആണ്. സോ 20യിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പം നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ഓപ്ഷൻ നമ്മുടെ ഇക്വേഷനിൽ 1/2 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കിടക്കുന്നുണ്ട്. 1/2 പുറത്ത് കിടപ്പുണ്ട്, അത് മറക്കരുത്. സോ 1/2 into 20 ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 10. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 10 സ്ക്വയർ യൂണിറ്റ്സ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. HCF ഓഫ് 2 കോപ്രൈം നമ്പേഴ്സ്. ഒന്നും ചെയ്യാനില്ല. 2 കോപ്രൈം നമ്പേഴ്സിൻ്റെ HCF എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും HCF. അപ്പം ഓപ്ഷൻ 1 ആണ്, ഓപ്ഷൻ ഡി 1 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ എന്താണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എന്താണ് 1835. 1835 എടുക്കുകയാണെങ്കിൽ 18ൻ്റെയും 35ൻ്റെയും ഫാക്ടേഴ്സ് എഴുതി നോക്കുക. സോ ഫാക്ടേഴ്സ് എഴുതി നോക്കുമ്പോൾ ആ ഫാക്ടേഴ്സിൽ കോമൺ ആയിട്ട് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 18ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? അത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ 6 ഉണ്ട്, then 9 ഉണ്ട്, 18 ഉണ്ട്. അതാണ് 18ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ 35യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, then 35. സോ ഇതാണ് 35ൻ്റെ ഫാക്ടേഴ്സ്. സോ ഇവരിൽ കോമൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട്. ഓക്കെ, അപ്പം കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ HCF എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ജസ്റ്റ് കോപ്രൈം എന്താണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, സോ അടുത്ത് വീണ്ടും ട്രിഗ്നോമെട്രി. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റിൽ 3ാമത്തെ ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ ട്രിഗ്നോമെട്രി എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? സോ cos square 5 plus 1 by cosec square 5 plus 17 is equal to x. സോ അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഫൈൻഡ് ദ വാല്യൂ ഓഫ് x സ്ക്വയർ. സോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് cos square 5 plus 1 by cosec square 5. അപ്പോൾ cos സ്ക്വയറും cosec സ്ക്വയറും തമ്മിലൊരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല ശരിക്കും. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ നമ്മൾ ആകെ സൈനും കോസും ടാനും സീക്കും കോട്ടും ടാനും അതൊക്കെയാണ് ശരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഇക്വേഷൻസ് ഒക്കെ പറയും. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിനെ ഒന്നും മാറ്റാൻ പറ്റും. കോസും സൈനും തമ്മിലുള്ള റിലേഷൻ
അപ്പോൾ അല്ലെങ്കിൽ കൊസീക്കും കോട്ടും തമ്മിലാണ് റിലേഷൻ. സോ ഇവിടെ നമുക്ക് റെസിപ്രോക്കൽ വന്നേക്കുന്നത് 1 കൊസീക്കിൻ്റെ റെസിപ്രോക്കലാണ് വന്നേക്കുന്നത് 1 കൊസീക്ക് സ്ക്വയർ ഫൈ എന്നാണ് വന്നേക്കുന്നത്. സോ റെസിപ്രോക്കൽ ഓഫ് കൊസീക്ക് എന്ന് പറയുന്ന സൈനാണ്. 1 കൊസീക്ക് സ്ക്വയർ ഫൈ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സൈൻ സ്ക്വയർ ഫൈ എന്ന് നമുക്ക് എഴുതാം. സോ അപ്പോൾ ഇതെങ്ങനെ വരും ആൻസർ, കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ പ്ലസ് 17 is equal to x. സോ ഈ ആൻസർ 1 ആണെന്നറിയാം. സോ 17 + 1 is 18. സോ ആൻസർ എക്സിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 18 ആണ്. സോ നമ്മളുടെ എക്സ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് 18 കിട്ടുമ്പോൾ 18ൽ നമുക്ക് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും അല്ലേ. 18 എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷേ 18 അല്ല ആൻസർ. ശരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 18ൻ്റെ സ്ക്വയർ ആണ് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. സോ ആൻസർ ബി ആണ്, 18A അല്ല. സോ ബി 324 is the correct answer. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ശരിക്കും ഫ്രാക്ഷൻസ് ഏതാണ്, ഗ്രേറ്റർ ആണോ ലെസ് ആണോ ഈക്വൽ ടു ആണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പല രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മൾ മുന്നേ പഠിച്ച രീതിയൊക്കെ ആണെങ്കിൽ LCM സെയിം ആക്കി നമുക്ക് ചെയ്യാം. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻസിലെല്ലാം ഒരേ നമ്പേഴ്സാണ് പറഞ്ഞേക്കണേ. ഒരേ നമ്പർ, അതായത് 9/16 13/24 തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചേക്കുന്നത് അവിടെ. സോ അത് എന്ന് പറയുന്നത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് നമുക്ക് കിട്ടും. അല്ലാതെ ഒരുപാട് നമ്പേഴ്സ് വ്യത്യാസമായിട്ടാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് ഓരോ ഓപ്ഷനിലും ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഓരോന്നിലും ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ അതിനേക്കാളും നമുക്ക് വേറെ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിന് അങ്ങനെ നമ്മൾ ചെയ്യാം. സോ ഇവിടെ ബെറ്റർ എന്ന് പറയുന്നത് എന്ത് തന്നെ ഉപയോഗിക്കുന്നതാണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നതാണ്. സോ 9/16 13/24. സോ 9 × 24 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 × 16. സോ 13 × 16 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, ഇറ്റ് ഇസ് 208. അതുപോലെ തന്നെ 9 × 24 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 216. സോ ഇതിലേതാ വലുത് വരുന്നത്, 216 ആണ് വലുത് വരുന്നത്, ശരിയല്ലേ. സോ ഏത് ഫ്രാക്ഷനാണ് വലുത് വരുന്നത്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഫ്രാക്ഷൻ, അതായത് 9/16 ആണ് വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യാം. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം 16ൻ്റെയും 24ൻ്റെ LCM എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 48. കാരണം ഞാൻ പറഞ്ഞ പോലെ LCM എടുക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്ന വലിയ നമ്പർ നോക്കുക. വലിയ നമ്പർ എന്താണ്, ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. 16ൻ്റെ മൾട്ടിപ്പിൾ അല്ല 24. സോ അതിൻ്റെ 24ൻ്റെ എന്താ എടുക്കുക, മൾട്ടിപ്പിൾസ് എടുക്കുക. സോ 24ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൾട്ടിപ്പിൾ 48 ആണ്. 16ൻ്റെ മൾട്ടിപ്പിൾ ആണ് 48. സോ 48 ഇസ് ദ LCM. സോ 48 കിട്ടാനാണെങ്കിൽ ഇവിടെ മുകളിലും താഴെയും × 2 ചെയ്യുക. ഇവിടെ 48 കിട്ടാനാണെങ്കിൽ മുകളിലും താഴെയും 3 മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ നമുക്ക് 27/48 എന്നും ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 26/48 എന്നും കിട്ടും. അവിടെ നമുക്ക് ഗ്രേറ്റർ. സോ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. സോ ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വേറെ മെത്തേഡ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ്. സോ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ബോട്ട് മാസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ബോട്ട് മാസ്. സോ ബോട്ട് മാസിൽ നമ്മൾ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത്. സോ ഇത് ചെയ്യുന്നതിന് മുമ്പ്, ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളൊരു പ്രത്യേകത കാണുന്നുണ്ട്. ഇവിടെ ദാണ്ട് ഈ പോർഷനിൽ ഒരു 5നും 7നും മുകളിലൊരു ബാർ മുകളിലിട്ടിട്ടുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ വിൻകുലം എന്ന് പറയുന്നത്. ഓക്കെ, വിൻകുലം. സോ ഫസ്റ്റ് നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ, എല്ലാം ഓപ്പൺ ചെയ്തതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് വിൻകുലം ഓപ്പൺ ചെയ്യുക ആണ്. അതായത് ഒരു ബാറ് നീക്കം ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് 5+7 വേണം ആദ്യം, -5+7 അല്ല, വെറും 5+7 ആദ്യം ചെയ്തിട്ട് വേണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട്. ഓക്കെ, അത് നോക്കുക. സോ 5+7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 12 കിട്ടും. സോ 9 + 6 - 12 എന്ന് വരും അവിടെ. ഓക്കെ, സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ 56 ഡിവൈഡഡ് ബൈ 1/3 ഇൻറ്റു എന്ത് വരും, 15 + 12 - 9 + 6. 9 + 6 എന്ന് പറയുന്നത് 15 വരും.
15 മൈനസ് 12 വരും. ഓക്കെ, 5 + 7 12. അതാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടേക്കുന്നത് അല്ലേ. നമ്മൾ ആദ്യം ചെയ്യുന്നത് വിൻകുലം ഓപ്പൺ ചെയ്യുകയാണ്. സോ ഇറ്റ് ഇസ് 9 + 6 മൈനസ് 12 എന്നാണ് ഇവിടെ വിൻകുലം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും നമുക്ക് ആൻസർ? 9 + 6 is 15. 15 minus 12 is 3. So 15 + 12 minus 3 എന്ന് വരും. So 15 + 12 is 27. 27 minus 3 is 24. So 1/3 into 24 വരും. 1/3 into 24 is 8. So 56 divided by 8 ഇതാണ് ആൻസർ. So 56 divided by 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും ആൻസർ? 7. So ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി 7 is the correct option. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രോഹൻ ആൻഡ് രോഹിത് ടുഗദർ. സോ ഇവിടെ രണ്ടുപേരും പറഞ്ഞേക്കണം. രോഹൻ ആൻഡ് രോഹിത് ടുഗദർ ക്യാൻ ഡു എ സർട്ടൺ ജോബ് ഇൻ 10 days. വൈൽ രോഹൻ എലോൺ, രോഹൻ മാത്രമാണെങ്കിൽ ആ ജോലി 15 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കും. ഹൗ മെനി ഡേയ്സ് എലോൺ രോഹിത്, ഇവിടെ രോഹിത് എന്ന് എഴുതി ചേർക്കുക. രോഹിത് വിൽ ഡു ദ സെയിം. സോ രോഹൻ 15 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നു. രോഹിത് അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതേ ഡയഗ്രാം, അതായത് പൈപ്പ് ആൻഡ് സിസ്റ്ററിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ അതേ ഡയഗ്രാം വരയ്ക്കുക. ഇവിടെ 10 എഴുതുക, ഇവിടെ 15 എഴുതുക. ഇതിൻ്റെ LCM എടുക്കുക. സോ 15 അല്ല ഇതിൻ്റെ LCM, 15 ആണ് ഇതിലെ വലിയ നമ്പർ. സോ 15 അല്ല ഇതിൻ്റെ LCM, കാരണം 10ന്റെ മൾട്ടിപ്പിൾ അല്ല 15. സോ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 15ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 30 ആണ് അല്ലേ. സോ 30 ആണ് ആദ്യത്തെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്, 30, 45 എക്സെട്ര. സോ 30 ആണ് ആദ്യത്തെ മൾട്ടിപ്പിൾ, 10ന്റെ മൾട്ടിപ്പിൾ ആണ് 30. സോ 30 is the LCM. സോ ഇനി എന്താ ചെയ്യേണ്ടത്? 10ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടും? 3. അതുപോലെ 15ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടും? ഇറ്റ് ഇസ് 2. സോ എഫിഷ്യൻസി ഓഫ് ഇതെന്താ നമുക്ക് എഴുതാൻ്റെ? രോഹനും പ്ലസ് രോഹിത്തും ഒരുമിച്ച്. ഇവിടെ 15ന്റെ താഴെ എന്താ പറഞ്ഞേക്കണത്? രോഹൻ മാത്രം ചെയ്ത് ആണ് പറഞ്ഞേക്കുന്നത്. സോ എഫിഷ്യൻസി ഓഫ് രോഹൻ ആൻഡ് രോഹിത് 3 ആണ്. ആൻഡ് എഫിഷ്യൻസി ഓഫ് രോഹൻ എന്ന് പറയുന്നത് 2 ആണ്. മനസ്സിലായി? ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് രോഹിത്ത് മാത്രം ആ ജോലി എങ്ങനെ. സോ എഫിഷ്യൻസി ഓഫ് രോഹനും രോഹിത്തും തന്നിട്ടുണ്ട്, ആൻഡ് എഫിഷ്യൻസി ഓഫ് രോഹനും തന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് രോഹിത്തിന്റെ എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഇവിടെ എഫിഷ്യൻസി ഓഫ് രോഹൻ പ്ലസ് രോഹിത് is equal to 3 ആണെങ്കിൽ, അതുപോലെ രോഹന്റെ എഫിഷ്യൻസി 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ രോഹന്റെ ഇവിടെ 2 ചേർക്കുക, പ്ലസ് രോഹിത് is equal to 3. അങ്ങനെയാണെങ്കിൽ രോഹിത്തിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 3 minus 2 is 1. മനസ്സിലായോ? സോ രോഹിത്തിന്റെ എഫിഷ്യൻസി 1. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രോഹനും രോഹിത്തും 3 ആണ്. രോഹൻ 2 ആണെങ്കിൽ ഉറപ്പായിട്ടും രോഹിത്തിന്റെ എഫിഷ്യൻസി 1 ആയിരിക്കും. ഇത്രയൊന്നും ചെയ്തു നോക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ രോഹിത്തിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, എഫിഷ്യൻസി ഓഫ് രോഹിത് എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്കറിയാം ടോട്ടൽ ഡിവൈഡഡ് ബൈ, അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 30 യൂണിറ്റ് ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ടോട്ടൽ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ് ദ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഈസ് 30 ഡിവൈഡഡ് ബൈ ദ എഫിഷ്യൻസി ഓഫ് രോഹിത്. കാരണം രോഹിത്തിന്റെ മാത്രം നമ്പർ ഓഫ് ഡേയ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ രോഹിത്തിന്റെ എഫിഷ്യൻസി ഈസ് 1. സോ 30 ഡിവൈഡഡ് ബൈ 1 ഈസ് 30. സോ 30 ഡേയ്സ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹1,60,000 for 2 years at 10% per annum when compounded semi-annually is. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ ഇപ്പോൾ നോക്കുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ എമൗണ്ട് തന്നിട്ടുണ്ട്, 2 ഇയർ തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യാം. പക്ഷേ ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഈസി മെത്തേഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. സോ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് സെമി ആനുവലി എന്നാണ് തന്നിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ 2 ഇയർ എന്ന് പറയുമ്പോൾ 2 വർഷത്തെ സെമി ആനുവലി എന്ന് പറയുമ്പോൾ എത്രയാ? 6 മാസമായിട്ടാണ് ഇവർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 6 months കൂടുമ്പോഴാണ്. സോ 6 months കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മീൻസ് 2 വർഷത്തിൽ എത്ര 6 months കാണും? 4 6 months ആണ് ടോട്ടൽ ഉണ്ടാവുക. ഓക്കെ, 4 6 months ഉണ്ടാവും. സോ ഞാനിവിടെ നിങ്ങൾക്കൊരു ഒരു ഫോൺ നമ്പർ പോലൊരു നമ്പർ പറഞ്ഞു തരാൻ പോവാണ്. അതായത് ഇവിടെ നമുക്ക് 4 ഇയർ ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ ഒരു ഫോൺ നമ്പർ പഠിക്കേണ്ടത് ഇവിടെ നിങ്ങൾ ഇങ്ങനെ എഴുതുക, 4641 എന്ന് എഴുതുക. ഓക്കെ, സോ 2 വർഷമാണ് എങ്കിൽ 2 ഇയർ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ വെറുതെ 2 ഇയർ ആയിരുന്നുവെങ്കിൽ, അതായത് കോമ്പൗണ്ടഡ് ആനുവലി ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയായിരുന്നു ഞാനിവിടെ ഇതിന് പകരം എഴുതേണ്ടത്.
321. അതുപോലെ തന്നെ ഇപ്പം 3 ഇയർ ആണെന്നേ പറയുന്നെങ്കിൽ 331 എന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ, 4 ഇയർ ആയതുകൊണ്ട് നമ്മൾ 4641. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സോ എന്താണ്, 2 വർഷമാണ് പറയുന്നതെങ്കിൽ 21, 3 വർഷമാണെങ്കിൽ 331 ആൻഡ് 4 വർഷമാണെങ്കിൽ 4641. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, ഇവിടെ 2 ഇയർ ആണ്, പക്ഷേങ്കിൽ ഇവിടെ സെമി ആനുവലി എന്ന് പറയുന്നത് കൊണ്ട് ആ 2 ഇയർ 4 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ 4641 എന്ന് പറയുന്ന നമ്പർ ഇവിടെ എഴുതാൻ കാരണം. ഓക്കെ, 4641 എന്ന് എഴുതി. സോ ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,60,000 ആണ്. ആൻഡ് ദ റേറ്റ് പെർസെൻറ്റേജ് ഈസ് 10%. സോ 1,60,000-ൻ്റെ റേറ്റ് 10% കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇവിടെ സെമി ആനുവലി ആയതുകൊണ്ട് നമ്മുടെ റേറ്റ് 6 എന്ന് പറയുന്നത് എന്തായി മാറും, 10/2 ആയിട്ട് മാറും. അതായത് 5% ആയിട്ട് മാറും. സോ ഫസ്റ്റ് നമ്മൾ ഈ 1,60,000-ൻ്റെ 5% കണ്ടുപിടിക്കുക. സോ 5% കണ്ടുപിടിക്കുമ്പോൾ 0 ക്യാൻസൽ ചെയ്ത് എന്ത് സംഭവിക്കും, 5% കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് ഇസ് 8,000 എന്ന് വരും. സോ ആൻസർ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 32,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യും. ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂസ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ ഞാനിവിടെ കുറച്ച് ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. അതായത് ഞാനിവിടെ സി എന്ന് പറയുന്ന ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത്, കാരണം സി എന്ന് പറയുന്നത് 30,000 ആണ്. ഇവിടെ നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ തന്നെ 32,000 കിട്ടി. സോ നമുക്ക് സി എന്ന് പറയുന്ന ഓപ്ഷൻ ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ അടുത്ത് നമ്മൾ വീണ്ടും നോക്കുക, വീണ്ടും കിട്ടിയ ആൻസർ, അതായത് 8,000-ൻ്റെ 5% വീണ്ടും കണ്ടുപിടിക്കുക. സോ 8,000-ൻ്റെ 5% എന്ന് പറയുന്നത് 0 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 400 എന്ന് വരും. സോ 6 × 400 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2,400 എന്ന് വരും. അപ്പോൾ വീണ്ടും നോക്കുക, 2,400 ആഡ് ചെയ്യുമ്പോൾ 34,400 ആണ്. സോ ഈ ഒരു ഓപ്ഷന് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം, കാരണം വീണ്ടും നമുക്ക് ഇത് 34,400 ആണ്. അതിനെക്കാട്ടിലും എന്തായാലും കൂടുതലായിരിക്കും, 400-നെക്കാട്ടിലും എന്തായാലും കൂടുതലായിരിക്കും. സോ ഇനി അടുത്ത് നോക്കാം, 4 × 400-ൻ്റെ 5% കണ്ടുപിടിക്കുക. 400-ൻ്റെ 5% എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുന്നത്, നമുക്ക് 20 ആയിരിക്കും വരുന്നത്, അല്ലേ? 400-ൻ്റെ 5% എന്ന് പറയുന്നത് നമുക്ക് 20 വരും. സോ 4 × 20 എന്ന് പറയുന്നത് 80 ആണ്. സോ അപ്പോൾ നോക്കുക, ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. കാരണം എന്താണ്, കൂട്ടേണ്ട ആവശ്യമില്ല ശരിക്കും, കാരണം ഇപ്പോൾ തന്നെ നമുക്ക് 34,480 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ഡിയും നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്തു. സോ ഉറപ്പായിട്ടും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുക പോലും വേണ്ട, ശരിക്കും ഇവിടെ ഇരിക്കുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ 34,481 കിട്ടുന്നത്. സോ നമുക്കത് ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഇവിടെ വരുന്നില്ല, കാരണം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഫുൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എങ്ങനെ സമയം ലാഭിക്കാം എന്ന് വേണം നമ്മൾ നോക്കാനായിട്ട്. സോ അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ മുഴുവനും നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഓപ്ഷൻസ് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനൊരു ഓപ്ഷൻ, ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഇങ്ങനെയാണ്, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നമ്മളിപ്പം ആഡ് ചെയ്ത പോലും ഇല്ല. ചില ഓപ്ഷൻസിലൊക്കെ ചിലപ്പോൾ മേ ബി 30,000 താഴെയുള്ള വാല്യൂസോ അല്ലെങ്കിൽ മുകളിലുള്ള വാല്യൂസൊക്കെ ആയിരിക്കും വന്നേക്കുന്നത്. 40,000 ഒന്നും ഒരിക്കലും ആകത്തില്ല, കാരണം നിങ്ങൾക്കറിയാം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇനി ഇതിനേക്കാട്ടിലും ചെറിയ ചെറിയ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും 32,000 ഒരിക്കലും 40,000 ആകാൻ പോകുന്നില്ല. 32,000 എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് കിടക്കുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുള്ളൂ, 10 ചെയ്ത് വരത്തുള്ളൂ. സോ ഒരിക്കലും ഒരുപാട് ഹൈയോ ആകത്തില്ല. ഇപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന നമ്പർ വെച്ചിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസും ക്യാൻസൽ ഔട്ടും ചെയ്യാം. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. സോ അവർ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. TV സെറ്റ് ഇസ് ബീങ് സോൾഡ് ഫോർ ₹X ഇൻ ഡൽഹി. അപ്പം ഒരു TV സെറ്റ് എന്ന് പറയുന്നത് X രൂപയ്ക്കാണ് ഡൽഹിയിൽ അത് വിൽക്കപ്പെടുന്നത്, X രൂപയ്ക്കാണ്. ആൻഡ് എ ഡീലർ വെൻ ടു ചണ്ഡീഗഡ് ആൻഡ് ബോട്ട് ദ TV at 20% ഡിസ്കൗണ്ട്. സോ ഒരു ഡീലർ ഡൽഹിയിൽ നിന്ന് ആ സാധനം മേടിക്കാതെ ചണ്ഡീഗഡിൽ പോയിട്ട് TV 20% ഡിസ്കൗണ്ടിലാണ് അദ്ദേഹം വാങ്ങുന്നത്. ആൻഡ് ഹീ സ്പെൻഡ് 600 rupees on ട്രാൻസ്പോർട്ടിനായിട്ട് അയാൾക്ക് ചിലവാകുന്നുണ്ട്. സോ ദസ് ഹീ സോൾഡ് ദ സെറ്റ് ഇൻ ഡൽഹി ഫോർ X മേക്കിംഗ് 100/7% പ്രോഫിറ്റ്. അതായത് ചണ്ഡീഗഡിൽ നിന്ന് സാധനം വാങ്ങിച്ചതിന് ശേഷം ഡൽഹിയിൽ കൊണ്ട് അയാൾ
അതേ എക്സ് രൂപയ്ക്ക് തന്നെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൽഹിയിൽ എക്സ് രൂപയ്ക്കാണ് ആ സാധനം വിൽക്കുന്നത്, ആൻഡ് അയാൾ ചണ്ഡീഗഡിൽ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് എക്സ് രൂപയ്ക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, എക്സ് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നു. സോ പ്രോഫിറ്റ് ഏക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 100/7% പ്രോഫിറ്റ് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 100/7% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 100/7 × 100 അല്ലേ, പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ. സോ 700 വരും, ദാറ്റ് ഈസ് 1/7. ദാറ്റ് മീൻസ് 7 എന്ന് പറയുന്നത് സി പിയും 1 എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റും. ഓക്കെ, 7 ഈസ് ദ സി പി. അപ്പോൾ അയാൾ ഇത് ഡൽഹിയുടെ കാര്യമാണ് പറയുന്നത്. ഡൽഹിയിലെത്തി അയാൾ വിറ്റപ്പോലെ കിട്ടിയ അയാളുടെ പ്രോഫിറ്റാണ് ഈ പറഞ്ഞേക്കുന്നത്. സോ ഡൽഹിയിൽ ഈ എന്താണ് സി പി എന്ന് പറയുന്നത് 7, അയാൾ 7 രൂപയുടെ സാധനം അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു, അയാൾ 8 രൂപ പ്രോഫിറ്റ് 8 രൂപയ്ക്ക് വിൽക്കുന്നു. അതാണ് അവിടെ ചെയ്യുന്നത്. സോ 8 ശരിക്കും അവിടുത്തെ ഡൽഹിയിൽ ആ സാധനം വിൽക്കുന്നത്. അതായത് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, 8. അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ സി പി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചിലവ് കാണും, നമ്മുടെ ഫുഡിൻ്റെ ചിലവ് കാണും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വരും ട്രാവൽ ചെയ്ത് നമ്മൾ വാങ്ങുവാണ് എങ്കിൽ. സോ ഇതെല്ലാം ഏതിലാണ് പോകുന്നത്, സി പിയിലാണ് ഇതെല്ലാം ആഡ് ആവുന്നത്. സോ ഈ സി പി എന്ന് പറഞ്ഞേക്കണ ഈ 7 എന്ന് പറഞ്ഞേക്കുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ കൂടെ അയാൾ വാങ്ങിച്ച പ്രൈസിൻ്റെ കൂടെ എന്തും കൂടെ ഒരു 600 കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതാണ് ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ സി പി എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ സി പി ആണ് 7 എന്ന് പറയുന്നത്. സോ ടോട്ടൽ സി പി എന്ന് ഞാൻ വെറുതെ സി പി എന്ന് പറയാതെ ഇതിനെ ഞാൻ ടോട്ടൽ സി പി എന്ന് പറയാൻ കാരണം എന്താണ്, ഇതിൻ്റെ അകത്ത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചിലവ് അതായത് 600 രൂപയും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 7 എന്ന് പറയുന്നത് 7 യൂണിറ്റ്സ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് 600 രൂപയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ പറഞ്ഞേക്കണത് 20% ഡിസ്കൗണ്ടിലാണ് അയാൾ ചണ്ഡീഗഡിൽ പോയി വാങ്ങിച്ചത്. ഇത് ഡൽഹിയുടെ കാര്യം പറയുന്നത്. ഇനി ചണ്ഡീഗഡിൽ പോയിട്ട് അയാൾ ആ സാധനം വാങ്ങുകയാണ് അല്ലേ. അപ്പോൾ അയാൾക്ക് ആ സാധനം കിട്ടിയേ, അതായത് അയാൾക്ക് കൊടുത്ത ആളുണ്ടല്ലോ ചണ്ഡീഗഡിൽ വെച്ച് അയാൾ ഈ സാധനം അയാൾക്ക് കിട്ടിയതുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് അയാളുടെ സെല്ലിംഗ് പ്രൈസ് അല്ല, മറിച്ച് ചണ്ഡീഗഡിൽ പോയപ്പോൾ എവിടെ നിന്നാണോ അയാൾ മേടിച്ചത് ആ ആളുടെ സെല്ലിംഗ് പ്രൈസാണ് എന്തെന്ന് പറയുന്നത് 8 × 80/100, അതായത് 20% ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിസ്കൗണ്ട് അപ്പോൾ അയാൾക്ക് കിട്ടിയ എത്ര രൂപയ്ക്കാണ് കിട്ടിയതെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അയാൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് പറയാം ചണ്ഡീഗഡിലെ ആള് ഈ മനുഷ്യന് എത്ര രൂപയ്ക്കാണ് കൊടുത്തത്, അതാണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദാറ്റ്. അപ്പോൾ ശരിക്കും അത് പറയേണ്ട ആവശ്യമില്ല ശരിക്കും. അതായത് നമ്മളിപ്പം ഒരാളെ കേന്ദ്രീകരിച്ചാണ് പറയുന്നത് അല്ലേ, ഒരാൾ ചണ്ഡീഗഡിൽ പോയി വാങ്ങിച്ച് അയാൾ തിരിച്ചു കൊടുക്കുന്നു. സോ അത് പറയേണ്ട ആവശ്യമില്ല, എങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ ഭാഗം. സോ അതായത് ഇയാൾക്ക് എത്ര രൂപയ്ക്കാണോ കിട്ടിയത് അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, ആ സാധനം എത്ര രൂപയ്ക്കാണോ കിട്ടിയത്. സോ 8 × 80/100. സോ 8 × 80 20% ഡിസ്കൗണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ 20% ഡിസ്കൗണ്ട് 8 × 20/100 കണ്ടുപിടിച്ചതിന് ശേഷം 8 - ഈ ആൻസർ ചെയ്താൽ മതി. അല്ല എങ്കിൽ 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 80/100 എന്ന് ചെയ്യുക. 30% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 70/100 എന്ന് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും നമുക്ക്, ഇറ്റ് 64/10 6.4 എന്ന് കിട്ടും. സോ ഇത് ഇയാൾക്ക് കിട്ടി, ഇയാൾക്ക് ആ സാധനം ഇയാൾ അവിടെ നിന്ന് മേടിച്ച് എത്ര രൂപയ്ക്കാണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 7 രൂപയെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഇയാൾ ഇത് കോസ്റ്റ് പ്രൈസ് 7 ആക്കിയത്, കാരണം ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ട്രാൻസ്പോർട്ടേഷൻ ചിലവൂടെ വരും അല്ലേ ശരിക്കും. അപ്പോൾ ഈ ഒരു ഇത് മൈനസ് ചെയ്താലല്ലേ നമുക്ക് 600 കിട്ടുന്നത് അല്ലേ. അതായത് ഇതെന്ന് പറയുന്ന ആ സാധനം അയാൾ അവിടെ നിന്ന് എത്ര രൂപയ്ക്ക് മേടിച്ചു, ദെൻ അയാളുടെ ചിലവ് 600 രൂപ അയാൾക്ക് അധികം ചിലവായി, അതാണ് ഈ 7 എന്ന് പറയുന്നത് അല്ലേ. 7 കൂടെ ഈ ഒരു 7ൻ്റെ അകത്ത് ആരും കൂടെ ഉണ്ട്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചിലവും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ കൂട്ടിയപ്പോഴാണ് ഈ 7 ആയിട്ട് മാറുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 7ഉം 6.4ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ 600 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, so this is 7 - 6.4 എന്ന് പറയുന്നതാണ് നമ്മുടെ 600. സോ യൂണിറ്റ്. ഓക്കെ, സോ 7 - 6.4 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.6. 0.6 കറസ്പോണ്ട്സ് ടു 600 ആണെങ്കിൽ 1 കറസ്പോണ്ട്സ് ടു എത്രയാ 600/6.
0.6. Therefore നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് യൂണിറ്റ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 1 കറസ്പോണ്ട് ടു 600 ഡിവൈഡഡ് ബൈ 0.6 എന്ന് പറയുമ്പോൾ 8 കറസ്പോണ്ട്സ് ടു 600 ഡിവൈഡഡ് ബൈ 0.6 ഇൻറ്റു 8 എന്ന് വരും. സോ ക്യാൻസൽ ഔട്ട് ചെയ്യാനായിട്ട് മുകളിലും താഴെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പോയിന്റ് മാറും. ദെൻ ക്യാൻസൽ ഔട്ട് ചെയ്യുക. സോ 6000 ബൈ 6 എന്ന് വരും. 6000 by 6 is 1000. 1000 into 8 is 8000. So 8000 ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി 8000 is the correct answer.